ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ അമേരിക്ക പാർട്ടിയെ പരിഹസിച്ചും വിമർശിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ഒരു മൂന്നാം കക്ഷി ഉണ്ടാകുന്നത് വിഡ്ഢിത്തമാണെന്നും ഇത്തരം മൂന്നാം പാർട്ടികൾ ഒരിക്കലും വിജയിച്ചിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. ഷംന തന്നെ വിശദാംശങ്ങൾ നൽകും. ഷംന, ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഈ പരിഹാസം സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അവർ തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെയോ അകൽച്ചയുടെയോ ഒക്കെ ഫലമാണ് ഈ മൂന്നാം പാർട്ടി എന്നിരിക്കെ എന്താണ് ട്രംപ് ഈ വിഷയത്തിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട്? ശ്രീജ, അല്പം മുൻപാണ് ഇപ്പോൾ മസ്കിനെതിരെ കടുത്ത പരിഹാസവും വിമർശനവും ഒക്കെയായി ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് മസ്കിന്റെ ഈ ഒരു നിലപാട് കാണുമ്പോൾ അതീവ ദുഃഖമുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് മസ്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, വളരെ കുഴഞ്ഞു പോയ അവസ്ഥയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇപ്പോൾ ഇതാ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് ഒരു മൂന്നാം കക്ഷി വരുമ്പോൾ, ഒരു മൂന്നാം പാർട്ടി വരുമ്പോൾ അത് വിജയിക്കാൻ സാധ്യതയില്ല. അത്തരം മൂന്നാം പാർട്ടികളൊന്നും അമേരിക്കയിൽ വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന് ജനങ്ങൾക്കിടയിൽ പോലും ഇത്തരം ഒരു മൂന്നാം കക്ഷി വരുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഏറെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും മസ്കിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു കുഴഞ്ഞ നിലപാടുകൾ, അതായത് ഒരു തരത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, ഇത് കാണുമ്പോൾ തനിക്ക് ദുഃഖമുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മസ്ക് ഇത്തരത്തിലുള്ള ഒരു പുതിയ പാർട്ടി എന്ന തീരുമാനവുമായി, അമേരിക്ക പാർട്ടി എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. അതിന് മസ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം, പുതിയ പാർട്ടി വേണമെന്നത് ജനങ്ങളുടെ കൂടി ആവശ്യമായിരുന്നു. തന്റെ ചോദ്യത്തിന് 65% ആളുകളും പുതിയ പാർട്ടി വേണമെന്നാണ് തനിക്ക് മറുപടി നൽകിയത്. അതുകൊണ്ടാണ് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് രണ്ട് പാർട്ടികളും, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികൾ ഈ ജനത്തിനെ അഴിമതി കാണിച്ച് ഈ രാജ്യത്തെ മുഴുവൻ മലിനമാക്കി. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയും ഈ അഴിമതിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുമാണ് താൻ ഇത്തരത്തിലുള്ള ഒരു പുതിയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയായിരുന്നു മസ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ പാർട്ടി വരുമ്പോൾ ഉള്ള ഒരു പ്രഖ്യാപനവും. എന്നാൽ ഇതൊക്കെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് മസ്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സെനറ്റിൽ ഉൾപ്പെടെ 3-4 സീറ്റുകളും ഒക്കെയാണ് അടുത്ത ഇലക്ഷനിൽ മസ്ക് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ച് മൂന്നാം പാർട്ടി അത്തരത്തിലുള്ള സീറ്റ് കയ്യേറിയ വിജയിച്ച ഒരു ചരിത്രവും ഉണ്ടായിട്ടില്ല എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.